നമസ്കാരം, ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വിശകലനം ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാലഘട്ടത്തെ കുറിച്ചിട്ടാണ്. 2026 മാർച്ച് 11 മുതൽ ഒക്ടോബർ പകുതി വരെ മേടക്കൂറുകാർക്ക്, അതായത് അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യകാൽ ഭാഗം വരുന്ന നക്ഷത്രക്കാർക്ക് സംഭവിക്കുവാൻ പോകുന്ന മാറ്റങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ സമയം ഇത്രയധികം പ്രാധാന്യം അർഹിക്കുന്നതെന്ന് ചോദിച്ചാൽ, മേടക്കൂറുകാർക്ക് ഇപ്പോൾ 7.5 ശനിയുടെ ആദ്യഘട്ടത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത്. എന്നാൽ ആശ്വാസത്തിന്റെ ഒരു പെരുമഴയായി വ്യാഴം ഉച്ചസ്ഥനായി വരുന്നുണ്ട്. ശനിയുടെ കഠിനതയെ വ്യാഴം എങ്ങനെ നിങ്ങളുടെ തൊഴിൽ, സാമ്പത്തികം, കുടുംബം, ആരോഗ്യം, ബിസിനസ്, വിദ്യാഭ്യാസം എന്നിവയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തുന്നതെന്ന് വിശദമായി പരിശോധിക്കാം. ആദ്യം നമുക്ക് ഈ കാലയളവിലെ ഗ്രഹനില ഒന്ന് കൃത്യമായി മനസ്സിലാക്കാം. ജ്യോതിഷത്തിൽ വിശ്വസിക്കുന്നവർക്കറിയാം ഗ്രഹങ്ങളുടെ സ്ഥാനമാറ്റം നിങ്ങളുടെ ജീവിതത്തെ എത്രത്തോളം സ്വാധീനിക്കുന്നുണ്ടെന്ന്. ആദ്യം വ്യാഴത്തിന്റെ മാറ്റമാണ്. 2026 മാർച്ച് 11 വ്യാഴം മേടം രാശിയുടെ 4ാം ഭാവമായ കർക്കിടകം രാശിയിലേക്ക് പ്രവേശിക്കുന്നുണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം, വ്യാഴം ഇവിടെ ഉച്ചസ്ഥനായാണ് നിൽക്കുന്നത്. ഒരു ഗ്രഹം അതിന്റെ ഉച്ചരാശിയിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ ആ ഗ്രഹം അതിന്റെ പൂർണ്ണശക്തിയിൽ 100% പോസിറ്റീവായ എനർജിയിൽ നിൽക്കുന്നു എന്നാണ്. മാത്രമല്ല, ഈ സമയത്ത് വ്യാഴം ഡയറക്റ്റ് മോഷൻ അവസ്ഥയിലാണ്, അതായത് വക്രഗതിയല്ലാതെ നേരെയാണ് സഞ്ചരിക്കുന്നു എന്നർത്ഥം. ഇതിന്റെ ഫലങ്ങൾ നിങ്ങൾക്ക് വേഗത്തിൽ ലഭിക്കുന്നതുമാണ്. അതേസമയം ശനി മേടം രാശിയുടെ 12ാം ഭാവമായ മീനം രാശിയിൽ തുടരുന്നുണ്ട്. ഇത് മേടക്കൂറുകാർക്ക് 7.5 ശനിയുടെ തുടക്കമാണ്. സാധാരണഗതിയിൽ ഇത് മാനസിക സമ്മർദ്ദവും ചിലവുകളും വർദ്ധിപ്പിക്കുന്ന സമയമാണ്. പക്ഷേ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 4ാം ഭാവത്തിൽ നിൽക്കുന്ന ഉച്ചസ്ഥനായ വ്യാഴത്തിന് 3 സുപ്രധാന ദൃഷ്ടികളാണ് ഉള്ളത്. വ്യാഴം നേരെ നോക്കുന്നത് 12ൽ നിൽക്കുന്ന ശനിയുടെ അടുത്തേക്കാണ്. ശനിയെ വ്യാഴം നോക്കുന്നത് ശനിയുടെ ദോഷങ്ങളെ വലിയൊരു അളവ് വരെ കുറയ്ക്കുവാൻ സഹായിക്കും. ആയുസ്സിന്റെയും തടസ്സങ്ങളുടെയും ഭാവമായ 8ാം ഭാവത്തിലേക്ക് വ്യാഴത്തിന്റെ ദൃഷ്ടി വരുന്നു എന്നത് അനുഗ്രഹമാണ്. കർമ്മഭാവം അഥവാ 10ാം ഭാവത്തിലേക്ക് വ്യാഴത്തിന്റെ ശക്തമായ ദൃഷ്ടി പതിയുന്നുണ്ട്. തൊഴിൽ മേഖലയിൽ ശക്തനായ വ്യാഴം നേരെ നോക്കുന്നത് നിങ്ങളുടെ 10ാം ഭാവത്തിലേക്കാണ്. ശനി എത്ര ക്ഷീണം തരുവാൻ ശ്രമിച്ചാലും തൊഴിൽ ഭാവത്തേക്ക് ഉച്ചനായ വ്യാഴത്തിന്റെ ദൃഷ്ടി പതിയുന്നത് കൊണ്ട് തൊഴിൽ നഷ്ടപ്പെടില്ല എന്ന് മാത്രമല്ല, ദൈവാധീനം നിങ്ങൾ വർദ്ധിപ്പിച്ചു പോന്നാൽ തൊഴിലുള്ള തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും വ്യാഴദൃഷ്ടിയാൽ മാറുന്നതാണ്. കഴിഞ്ഞ കുറച്ചു നാളുകളായി ഇന്റർവ്യൂകളിൽ പങ്കെടുത്തിട്ടും ഫലം കാണാത്തവരുണ്ടാകും. അല്ലെങ്കിൽ നിങ്ങളുടെ യോഗ്യതയ്ക്കനുസരിച്ചിട്ടുള്ള ശമ്പളം ലഭിക്കാത്ത ജോലി ചെയ്യുന്ന ആൾക്കാരും ഉണ്ടാകും. എന്നാൽ ഇതിനെല്ലാം ഒരു പരിഹാരം എന്നോണം മാർച്ച് 11 കഴിയുന്നതോടെ ഒരു മാറ്റം നിങ്ങളിൽ വന്നു തുടങ്ങുന്നതാണ്. സർക്കാർ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് പരീക്ഷകളിൽ വിജയിക്കുവാൻ ഏറ്റവും അനുകൂലമായ ഒരു കാലഘട്ടം മാർച്ച് മാസത്തിന് ശേഷമാണ്. വ്യാഴം വിദ്യയുടെ കാരകൻ കൂടിയാണ്. നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ പരീക്ഷയിൽ വരുവാനും അത് നിങ്ങൾക്ക് ഓർമ്മയിൽ സൂക്ഷിച്ച് എഴുതുവാനും സാധിക്കും. നിലവിൽ ജോലി ഉള്ളവർക്ക് വേറെ കമ്പനികളിൽ നിന്നും മികച്ച ഓഫറുകൾ ലഭിക്കും. ശനി 12ൽ നിൽക്കുന്നത് കൊണ്ട് ചിലപ്പോൾ ഇപ്പോഴുള്ള കമ്പനിയിൽ ചെറിയ അസ്വാരസ്യങ്ങളൊക്കെ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടാകും. അത് നിങ്ങളെ പുതിയൊരു ജോലിയിലേക്ക് മാറുവാൻ പ്രേരിപ്പിക്കുന്ന ഒരു സാഹചര്യവും കാണുന്നുണ്ട്. വിദേശപരമായി നോക്കുമ്പോൾ ശനി 12ൽ വ്യാഴം 4ൽ നിൽക്കുന്നുണ്ടെങ്കിലും വ്യാഴം 12ലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് വിദേശത്തേക്ക് പോകുവാൻ ആഗ്രഹിച്ച് വിസ തടസ്സപ്പെട്ട് നിൽക്കുന്നവർക്ക് മാർച്ച് മാസത്തിന് ശേഷം തടസ്സങ്ങൾ നീങ്ങുന്നതാണ്. പാസ്പോർട്ട്, വിസ കാര്യങ്ങൾ പെട്ടെന്ന് ശരിയായി വരുവാൻ സാധ്യതയുണ്ട്. വിദേശത്ത് നിർത്തി നാട്ടിലേക്ക് വന്ന് സെറ്റിൽ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായൊരു സമയം കാണുന്നുണ്ട് മാർച്ച് മാസത്തിന് ശേഷം. കാരണം 4ാം ഭാവം ഉച്ചത്തിൽ നിൽക്കുകയാണ്. നാട്ടിൽ വന്ന് സ്വന്തമായി എന്തെങ്കിലും തുടങ്ങുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. സർക്കാർ ഉദ്യോഗസ്ഥരോ ബാങ്ക് ജീവനക്കാരോ ആണെങ്കിൽ ആഗ്രഹിച്ച സ്ഥലത്തേക്ക് ഒരു സ്ഥലമാറ്റം മാർച്ച് മാസത്തിന് ശേഷം ലഭിക്കുവാനിടയുണ്ട്. അത് നിങ്ങൾക്ക് ആദ്യം ഒരൽപ്പം ബുദ്ധിമുട്ടായി തോന്നിയാലും പുതിയ സ്ഥലം നിങ്ങൾക്ക് സമാധാനം നൽകുന്നതാണ്. ചെറുകിട കച്ചവടക്കാർ, കൃഷിക്കാർ, വർക്ക്ഷോപ്പ് നടത്തുന്നവർ, അതുപോലെ കോൺട്രാക്ടർമാർ എന്നിവർക്ക് നിങ്ങളുടെ ബിസിനസ് വലുതാക്കുവാൻ അനുകൂലമായ ഒരു സമയം വരുന്നുണ്ട്. പുതിയ ബ്രാഞ്ചുകൾ തുടങ്ങുവാനോ നിങ്ങളുടെ കട പുതുക്കി പണിയുവാനോ സാധിക്കും. തൊഴിലിന് ആവശ്യമായ പുതിയ വാഹനങ്ങളോ യന്ത്രങ്ങളോ ഒക്കെ വാങ്ങുവാൻ മെയ് മാസത്തിന് ശേഷം അനുകൂലമാണ്. പാർട്ണർഷിപ്പ് പോലുള്ള ബിസിനസ്സിൽ 12ൽ ശനി നിൽക്കുന്നത് കൊണ്ട് പണം മുടക്കുമ്പോൾ ആരെ വിശ്വസിക്കുന്നു എന്നത് ശ്രദ്ധിക്കണം. കാരണം ചതിവ് പറ്റുവാൻ സാധ്യതയുണ്ട്. രേഖകളൊക്കെ കൃത്യമായി നോക്കി മാത്രം ഒപ്പുവയ്ക്കുക. കാർഷിക മേഖലയുള്ളവർക്കും കൂടുതൽ ഗുണകരമായി കാണുന്നത് ജൂലൈ മാസത്തിന് ശേഷമാണ്. ഇനി സാമ്പത്തിക കാര്യങ്ങളിലേക്ക് കടക്കുമ്പോൾ 2026 മാർച്ച് മുതൽ ഒക്ടോബർ വരെ വ്യാഴം 4ാം ഭാവത്തിൽ ഉച്ചനായി നിൽക്കുന്നുണ്ട്. ഇത് സമ്പത്തും സൗകര്യങ്ങളും വർദ്ധിപ്പിക്കും.
മറുവശത്ത് ശനി 12ാം ഭാവത്തിലാണ്. ഇത് ചിലവുകളെ സൂചിപ്പിക്കുന്നുണ്ട്. ഇതിന്റെ ഒരു ആകത്തുക എന്നാൽ പണം വരും, പക്ഷെ കയ്യിൽ നിൽക്കുവാൻ നന്നെ ബുദ്ധിമുട്ട് അനുഭവപ്പെടും. എന്നാൽ 4ൽ നിൽക്കുന്ന വ്യാഴം 12ലെ ശനിയെ നോക്കുന്നത് കൊണ്ട് കയ്യിൽ പണം ഒട്ടുമില്ലാത്ത ഒരവസ്ഥ നിങ്ങൾക്ക് വരില്ല. മെയ് മാസത്തിന് ശേഷം നിങ്ങളുടെ പാതി വഴിയിൽ മുടങ്ങിപ്പോയ വീട് പണിയൊക്കെ വീണ്ടും പുനരാരംഭിക്കുവാൻ സാധിക്കും. വാടക വീട്ടിൽ നിന്ന് സ്വന്തം വീട്ടിലേക്ക് മാറുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സാഹചര്യങ്ങളൊക്കെ ഒരുങ്ങി വരുന്നതാണ്. സാധാരണക്കാരെ സംബന്ധിച്ച് ഏറ്റവും വലിയ പ്രശ്നം കടമാണ്. ഇവിടെ 12ൽ ശനി നിൽക്കുന്നത് കൊണ്ട് കടം കൂടുവാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ, അതായത് വീട് വയ്ക്കുവാനോ അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ് വിപുലീകരണത്തിന് വേണ്ടി, അതുമല്ലെങ്കിൽ മക്കളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി എടുക്കുന്ന ലോണൊക്കെ ആണെങ്കിൽ വ്യാഴത്തിന്റെ ആനുകൂല്യത്തിൽ നിങ്ങൾക്ക് അതൊക്കെ തിരിച്ചടയ്ക്കുവാൻ സാധിക്കും. എന്നാൽ ആർഭാടങ്ങൾക്കായുള്ള കടങ്ങളാണെങ്കിൽ അത് നിങ്ങൾക്കൊരു കെണിയായി മാറുവാനും സാധ്യതയുണ്ട്. 8ാം ഭാവത്തിലേക്ക് വ്യാഴം നോക്കുന്നത് കൊണ്ട് പഴയ ചില കടങ്ങളൊക്കെ നിങ്ങൾക്ക് തീർക്കുവാനും സാധിക്കും. നിക്ഷേപങ്ങളുടെ കാര്യത്തിൽ മേടക്കൂറുകാർ വളരെ തന്ത്രപരമായി നീങ്ങേണ്ട ഒരു സമയമാണ്. കയ്യിൽ കിട്ടുന്ന പണം ചിലവാക്കാതെ സ്വർണമായി വാങ്ങി വയ്ക്കുന്നത് ഏറ്റവും ഉചിതമാണ്. ഭാവിയിൽ നിങ്ങൾക്കതൊരു വലിയൊരു കരുതൽ ധനമായി മാറുകയും ചെയ്യും. ദീർഘകാല ചിട്ടികളിൽ ചേരുവാൻ അനുകൂലമായ ഒരു സമയമാണ്. കാരണം 12ലെ ശനി ചെലവ് ചെയ്യിപ്പിക്കും എന്നത് ഉറപ്പ് തന്നെയാണ്. നിങ്ങൾ ആ ചെലവിനെ നിങ്ങളുടെ സമ്പാദ്യത്തിലേക്ക്, അതായത് ചിട്ടിയിലേക്ക് അടച്ചാൽ അതൊരു സമ്പാദ്യമായി നിങ്ങൾക്ക് ഭാവിയിൽ എടുക്കുവാൻ സാധിക്കും. ലോട്ടറി എടുക്കുന്നവരെ സംബന്ധിച്ച് ചെറിയ സമ്മാനങ്ങളൊക്കെ ലഭിക്കുവാൻ സാധ്യതയുണ്ട്. എങ്കിലും നിങ്ങൾ അതിനെ മാത്രം ആശ്രയിച്ച് മുൻപോട്ട് പോകരുത്. 2026 മാർച്ച് മുതൽ ഒക്ടോബർ വരെയുള്ള സമയം മേടക്കൂറുകാർക്ക് ഏറ്റവും കൂടുതൽ ആശ്വാസം ലഭിക്കുന്നത് കുടുംബജീവിതത്തിലാണ്. ഇതിന് പ്രധാന കാരണം കുടുംബത്തിന്റെ ഭാവമായ 4ാം ഭാവത്തിൽ വ്യാഴം ഉച്ചത്തിൽ നിൽക്കുന്നു എന്നതാണ്. കഴിഞ്ഞ കുറച്ചു നാളുകളായി വീട്ടിൽ ഉണ്ടായിരുന്ന സ്വരസ്യങ്ങളും വഴക്കുകളും മനസ്സ് മടുപ്പിക്കുന്ന സാഹചര്യങ്ങളുമൊക്കെ മാറിവരും. വീട്ടിൽ ഒരു പോസിറ്റീവ് ഓറ നിറയുന്നതാണ്. കുടുംബാംഗങ്ങൾക്കിടയിൽ സ്നേഹവും ഐക്യവും വർദ്ധിക്കും. വിട്ടുപിരിഞ്ഞു നിന്നവർ ഒന്നിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. 4ാം ഭാവം മാതൃസ്ഥാനം കൂടിയാണ്. അമ്മയുമായുള്ള ബന്ധം വളരെ ദൃഢമാകും. അമ്മയ്ക്ക് എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ അതൊക്കെ ഭേദമാകുന്നതാണ്. അമ്മ വഴി ചില സ്വത്തുക്കളോ സഹായങ്ങളോ നിങ്ങൾക്ക് ലഭിക്കുവാൻ ഇടയുണ്ട്. അച്ഛന്റെ ആരോഗ്യകാര്യത്തിലും പുരോഗതി വരുന്നതാണ്. 7ാം ശനി നടക്കുമ്പോൾ ദാമ്പത്യത്തിൽ ചിലപ്പോൾ അകൽച്ച വരുവാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇവിടെ 12ൽ നിൽക്കുന്ന ശനിയെ നിയന്ത്രിക്കുന്നത് കൊണ്ട് വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാതെ മുൻപോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കും. ഇണക്കങ്ങളും പിണക്കങ്ങളും ഉണ്ടാകുമെങ്കിലും അത് ബന്ധത്തെ കൂടുതൽ ബാധിക്കുകയില്ല. പങ്കാളിയുടെ തൊഴിൽപരമായ കാര്യങ്ങൾക്ക് വേണ്ടി മാറി താമസിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളും കാണുന്നുണ്ട്. വീട്ടിൽ വിവാഹം, നൂലുകെട്ട്, ഗൃഹപ്രവേശം തുടങ്ങിയ മംഗളകർമ്മങ്ങൾ നടക്കുവാൻ ഈ ഒരു സമയം നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇനി വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വ്യാഴം ബുദ്ധിയുടെയും ഓർമ്മയുടെയും കാരകനായതുകൊണ്ട് തന്നെ പഠിക്കുന്ന കാര്യങ്ങൾ മറന്നുപോകാതെ ഓർത്തു വയ്ക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ശനി 12ൽ നിൽക്കുന്നത് കൊണ്ട് ഒരു അലസതയോ ഉറക്കം തൂങ്ങലോ ഒക്കെ വന്നാൽ പോലും വ്യാഴത്തിന്റെ ബലം കൊണ്ട് അത് അതിജീവിക്കുവാൻ സാധിക്കുന്നതാണ്. സർക്കാർ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് നേരത്തെ പറഞ്ഞതുപോലെ ഇന്റർവ്യൂകളിൽ വിജയിക്കുവാനും റാങ്ക് ലിസ്റ്റിൽ മുന്നിലെത്തുവാനും സാധിക്കും. എഴുത്തു പരീക്ഷകളിൽ ഭാഗ്യം തുണയ്ക്കുന്ന ഒരു സമയമാണ് മാർച്ച് മുതൽ. ഇനി നമ്മൾ പോകുന്നത് ആരോഗ്യ കാര്യങ്ങളിലേക്കാണ്. ഇവിടെ ഒരു മിശ്രമായ ഫലമാണ് കാണുന്നത്. എങ്കിലും നിങ്ങൾ ഭയപ്പെടാനില്ല. കാരണം രോഗത്തേക്കാൾ വലുത് മരുന്ന് എന്ന അവസ്ഥയാണ് ഇവിടെ കാണുന്നത്. 12ൽ നിൽക്കുന്ന ശനി ചില ശാരീരിക ബുദ്ധിമുട്ടുകൾ തരുവാൻ സാധ്യതയുണ്ട്. കാലുവേദന, അതുപോലെ നിങ്ങളുടെ ഉപ്പുറ്റി വേദന, കാലിൽ നീരൊക്കെ വരുവാൻ സാധ്യതയുണ്ട്. അമിതമായ ചിന്തകൾ കാരണം രാത്രി ഉറക്കം കുറയുവാൻ ഇടയുള്ള ഒരു സമയം കൂടിയാണ്. അതുപോലെ നിങ്ങളുടെ കണ്ണ് സംബന്ധമായി ശ്രദ്ധ നൽകുന്നത് നന്നായിരിക്കും. ഇവിടെയും വ്യാഴത്തിന്റെ ദൃഷ്ടി പ്രസക്തമാണ്. കാരണം വ്യാഴം 8ാം ഭാവത്തിലേക്ക്, അതായത് ആയുർഭാവത്തിലേക്ക് നോക്കുന്നുണ്ട്. ദീർഘകാലമായി അലട്ടിയിരുന്ന രോഗങ്ങൾക്ക് കൃത്യമായ മരുന്ന് ലഭിക്കുകയും രോഗശമനം ഉണ്ടാവുകയും ചെയ്യും. ആർക്കെങ്കിലുമൊക്കെ ഓപ്പറേഷൻ അല്ലെങ്കിൽ സർജറി നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത് വിജയകരമായി നടക്കും. ഭയപ്പെടേണ്ടതില്ല. ചെറിയ ചെറിയ അസ്വസ്ഥതകൾ മാറ്റി നിർത്തിയാൽ വലിയ അപകടങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും ദൈവാധീനം കൊണ്ട് നിങ്ങൾ രക്ഷപ്പെടുന്ന ഒരു സാഹചര്യമാണ്. ഈ ഒരു കാലയളവ് കൂടുതൽ മികച്ചതാക്കുവാൻ ചില ലളിതമായ പരിഹാരങ്ങൾ കൂടെ നോക്കാം. 7ാം ശനി നടക്കുന്നത് കൊണ്ട് തന്നെ ശാസ്താവിനെ ഭജിക്കുന്നത് ഏറ്റവും ഉത്തമമാണ്. ശനിയാഴ്ചകളിൽ നീരാഞ്ജന വഴിപാട് കൂടി നടത്താം. വ്യാഴം അനുകൂലമായി നിൽക്കുന്നത് കൊണ്ട് ആ ഗുണം നിങ്ങൾക്ക് വർദ്ധിപ്പിക്കുവാൻ വേണ്ടി മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം ചെയ്യുക. പ്രധാനമായും അശ്വതി നക്ഷത്രക്കാർ ഗണപതി ഭഗവാനെയും, ഭരണി നക്ഷത്രക്കാർ ഭദ്രകാളിയെയും, കാർത്തിക നക്ഷത്രക്കാർ സുബ്രഹ്മണ്യ ഭഗവാനെയും പ്രത്യേകം പ്രാർത്ഥിക്കുന്നത് ഗുണം ചെയ്യുന്നതാണ്.
അതുപോലെ നിങ്ങളുടെ പേരും നക്ഷത്രവും രേഖപ്പെടുത്തിയാൽ വെള്ളിയാഴ്ച ദിവസങ്ങളിലെ പ്രത്യേകമായ പൂജയിലും പ്രാർത്ഥനയിലും ചേർക്കുന്നതുമാണ്. അവസാനമായി ഒരു കാര്യം മാത്രം നിങ്ങൾ മനസ്സിൽ വെക്കുക. 2026 മാർച്ച് 11 മുതൽ ഒക്ടോബർ പകുതി വരെ വരുന്ന ഈ ഒരു കാലയളവ് നിങ്ങളുടെ കൂറുകാർക്ക് ഒരു സാധാരണ മാറ്റത്തിന്റെ കാലമല്ല. കഴിഞ്ഞ കുറേ വർഷങ്ങളായി നിങ്ങൾ സഹിച്ച മാനസിക സമ്മർദ്ദങ്ങളും വഴിമുട്ടിയ ശ്രമങ്ങളും എന്തൊക്കെ ചെയ്താലും മുൻപോട്ട് പോകുന്നില്ലല്ലോ എന്ന തോന്നലും ഇതെല്ലാം പിന്നിലാക്കുവാൻ ദൈവം തന്നെ ഒരുക്കുന്ന ഒരു ഇടവേളയാണ് മാർച്ച് മുതൽ നിങ്ങളെ കാത്തിരിക്കുന്നത്. 7 ശനി നിങ്ങളെ പരീക്ഷിക്കും, അത് സത്യം തന്നെയാണ്. പക്ഷേ ആ പരീക്ഷയിൽ നിങ്ങൾ തളരാതിരിക്കുവാൻ ഉച്ചസ്ഥനായ വ്യാഴം ഒരു കാവൽ ദൂതനെ പോലെ നിങ്ങളെ നോക്കി നിൽക്കുന്നുണ്ട്. തൊഴിൽ, കുടുംബം, സാമ്പത്തികം, ആരോഗ്യം എല്ലായിടത്തും ചെറിയ ബുദ്ധിമുട്ടുകൾ വന്നാലും അവസാന നിമിഷം നിങ്ങൾക്ക് ആശ്വാസകിരണമായി വ്യാഴത്തിന്റെ അനുഗ്രഹം ഉണ്ടാവുന്നതാണ്. നിങ്ങളുടെ പ്രാർത്ഥനകൾ ഫലം കാണുന്ന, അതായത് നിങ്ങളുടെ പരിശ്രമങ്ങൾ ശരിയായ ദിശയിലെത്തുന്ന ദൈവാധീനം നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന ഒരു കാലഘട്ടമാണ് വരുവാൻ പോകുന്നത്. അതിനാൽ നിങ്ങളുടെ ഭയം ഒഴിവാക്കി മനസ്സിൽ പ്രത്യാശ നിലനിർത്തി ശരിയായ തീരുമാനങ്ങൾ എടുത്ത് നിങ്ങൾക്ക് മുൻപോട്ട് പോകാവുന്നതാണ്. ദൈവാധീനം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. പുതിയൊരു അധ്യായവുമായി വീണ്ടും കാണാം. ഏവർക്കും നന്ദി, നമസ്കാരം.